ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് കിർലോസ്കറിൻ്റെ 27 സ്റ്റേജ് പമ്പാണ്. ഇത് 500 അടി ബോർവെല്ലാണ്. ഈ 500 അടി ബോർവെല്ലിൽ നമുക്കിത് ഇന്ന് ഇറക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അതിനുശേഷം നമുക്ക് ഈ കാണുന്ന ഈ പ്ലോട്ട് ഫുള്ള് നനയ്ക്കാനുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ ഈ ബോർവെല്ലിൽ എത്രമാത്രം വെള്ളമുണ്ടെന്നുള്ളത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് വേണം ഇതിനകത്ത് സ്പ്രിംഗ്ലർ സെറ്റ് ചെയ്യണോ, ഇനി ഓസിൽ പിടിച്ച് നനയ്ക്കേണ്ട രീതി സെറ്റ് ചെയ്ത് കൊടുക്കണോ എന്നൊക്കെ നമുക്കറിയാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ പമ്പ് ഇൻസ്റ്റാളേഷൻ ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് കിർലോസ്കറിൻ്റെ 27 സ്റ്റേജ് ഓയിൽ കൂൾഡാണ് മോട്ടർ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കൂളൻ്റായിട്ട് വാട്ടർ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഇതിനെ നമുക്കൊന്ന് കപ്പിൾ ചെയ്യാം. ഇനി നമുക്ക് മോട്ടർ വെള്ളം വലിക്കുന്ന ഭാഗം നന്നായിട്ട് സീൽ ചെയ്യണം. മണൽത്തരികളൊന്നും ഉള്ളിൽ കയറി പോകാത്ത രീതിയിൽ തന്നെ വളരെ ശ്രദ്ധിച്ച് സീൽ ചെയ്യേണ്ടതുണ്ട്. 27 സ്റ്റേജ് പമ്പാണ്. മണൽത്തരി ഉള്ളിൽ കയറി പോയാൽ പമ്പ് സ്റ്റക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ നല്ല വൃത്തിയായിട്ട് സീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് നമുക്ക് വന്നിരിക്കുന്നത് 1.5 HDP അരവിന്ദിൻ്റെ 8 kg പൈപ്പാണ്. മോട്ടർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ പരിപാടികളും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ടറിലൂടെ കണക്ഷൻ കൊടുക്കാനുണ്ട്. കണക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കത് അടിച്ചു നോക്കാം. ഇതാണ് നമുക്ക് ഈ മോട്ടറിന് വന്നിരിക്കുന്ന പാനൽ ബോർഡ്. ഇതിനകത്ത് വോൾട്ട് മീറ്ററും ആംപിയർ മീറ്റർ, പിന്നെ റിലേ, ഒരു കോണ്ടാക്ടർ, 72 MFD കപ്പാസിറ്റർ, ഒരു സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ എല്ലാം കൂടി ഇമ്പൽഡാണ്. പാനൽ ബോർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മോട്ടർ ഓണാക്കിയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമുക്ക് ഈ സാധനം സപ്ലൈ ചെയ്തിരിക്കുന്നത് GMC മാനന്തവാടിയാണ്. ഇത്തരം വർക്കുകൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ കോൺടാക്റ്റ് നമ്പർ വീഡിയോയിൽ ചേർക്കുന്നുണ്ട്.